നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്കിൽ കേട്ടോ, എന്നെ വേണ്ടാത്തോരെ എനിക്കും വേണ്ട. അച്ഛനെ അമ്മയെ ഗൗതമനെ ആരും എനിക്ക് വേണ്ട. എനിക്ക് നിന്നെ വേണം മോളെ. വേണ്ട, എന്റെ ഈ ശരീരം പോലും എനിക്ക് വേണ്ട. ഞാൻ പോവാ, ഞാൻ ഈ ലോകത്തുനിന്ന് തന്നെ പോവാ. അയ്യോ മോളെ, കടുങ്കയ്യൊന്നും ചെയ്യല്ലേ. നിങ്ങൾ എന്താ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്ന? അവളെ പോയി പിടിക്കേ. ഓ പിന്നെ അയ്യോ എന്റെ മോള്, മോളെ തടയേട്ടാ. ശിവാനി മോളെ, ശിവാനി മോളെ, മോളെ ശിവാനി, അവിവേകമൊന്നും കാണിക്കരുത്. വാതില് തുറക്ക്. എല്ലാ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കാണാം. മോളെ ശിവാനി, തുറക്ക് മോളെ. നിങ്ങളിത് കണ്ടില്ലേ? അവൾ അകത്ത് കയറി വാതിലടച്ചു. മനസ്സ് വിഷമിച്ച എന്റെ മോള് പോയത്. ദേ, എന്റെ മോള് വല്ല കടുങ്കയും ചെയ്താ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. കടുങ്കൈ ചെയ്യാനോ? അവളോ? ഒരു ചുക്ക് സംഭവിക്കില്ല. നിന്നെ അവളെയും പോലുള്ള അത്യാർത്ഥിക്കാരികള് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ കൊലയ്ക്ക് കൊടുക്കുകയുള്ളൂ. കൊള്ളാം, നല്ല അച്ഛൻ. സ്വന്തം മകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ തന്നെ പറയണം. അത്യാർത്ഥിക്കാരി അത്ര. അകത്ത് ഫാനിൽ അവള് കെട്ടിത്തൂങ്ങി നിന്ന നിങ്ങളും ഇവളും ആ നിധി എന്ന അസുരവിത്ത് മാത്രമായിരിക്കും ഉത്തരവാദികൾ. പിന്നെ തൂങ്ങി നിൽക്കും പോലും കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് നീ ഒരുക്കിയ തിരക്കഥയായിരുന്നു ഇതെന്ന് എനിക്കറിയാം. എന്നാലും നമുക്കൊന്ന് വിളിച്ചു നോക്കേട്ടാ. വേണ്ട, അവളെ വിളിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ശിവാനി ഇപ്പോ മുറി പൂട്ടിയിരിക്കുക. രേണു, നീ പണ്ടേ നിന്റെ മനസ്സ് പൂട്ടിയോളാ. വലിയ പണക്കാരികളാകാൻ വേണ്ടി നിങ്ങൾ വലിയ തെറ്റുകൾ ചെയ്തു കൂട്ടുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കോ, സത്യം മാത്രമേ വിജയിക്കൂ എന്നും എപ്പോഴും. നീയും പോടി. എന്നിട്ട് എന്റെ മോളുടെ 16 അടിയന്തരത്തിന്റെ സദ്യ വെട്ടി വിഴുങ്ങാൻ ഇങ്ങോട്ട് പോന്നാ മതി. ഇങ്ങനൊന്നും പറയില്ല എടുത്തി. ശിവനെ എനിക്ക് നിധിയെ പോലെ തന്നെയാ. നീ കൂടുതൽ വേഷം കെട്ടണ്ട. നിന്റെ മകൾക്ക് കിട്ടാത്ത കോടീശ്വരനെ എന്റെ മോൾക്കും കിട്ടണ്ടെന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? കൂടുതൽ പൂങ്കണ്ണീരൊന്നും ഒഴുക്കണ്ട. ശിവാനിയോട് നിനക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും കടപ്പാട് ഈ കുടുംബത്തോടുണ്ടെങ്കിൽ നിന്റെ മോളെ വിളിച്ച് ഈ കല്യാണം മുടക്കരുതെന്ന് പറ. ഗൗതമിനോടൊന്നും പറയരുതെന്ന് പറ. ചെല്ല്. വിവാഹം മുടങ്ങില്ലെന്ന് ഉറപ്പ് കിട്ടിയ ചിലപ്പോ ശിവാനി ആത്മഹത്യ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചേക്കും. ഞാൻ പറഞ്ഞു നോക്ക എടുത്തി. നോക്കിയാ പോരാ, കാര്യം നടത്തണം. ശിവാനി, വാതില് തുറക്ക്. എല്ലാരും പോയി. ഇനി ഇവള് ശരിക്കും തൂങ്ങിയോ? പിന്നെ തൂങ്ങുന്നു. പോത്ത പോലെ കിടന്ന് ഉറങ്ങിക്കാണും അസത്ത് പെണ്ണു. ഗൗതമനെ എനിക്ക് വേണം. എന്ത് വില കൊടുത്തും അയാളെ എനിക്ക് സ്വന്തമാക്കിയേ പറ്റൂ.
വസുന്ധര മാഡത്തിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. നമസ്കാരം. നമസ്കാരം, ഇരിക്കൂ. ഇത് ബ്രഹ്മദത്തൻ നമ്പൂതിരി, മഹാമാന്ത്രികൻ ആലഞ്ചേരി തമ്പ്രാക്കളുടെ ശിഷ്യനാണ്. ശിഷ്യം മാത്രമല്ല, ആ തായ്വേരി തന്നെ ഉള്ളവനാ. എനിക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ സംസാരിക്കും. കുട്ടികൾ അകത്തേക്ക് പോയിക്കോളൂ. കേട്ടില്ലേ? അകത്തേക്ക് പോ. നിന്നോടും കൂടിയാ പറഞ്ഞത്. എനിക്ക് പ്രായപൂർത്തി പണ്ടേ ആയതാ, ആന്റി അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. എട്ടുത്തി, പോയി നമ്മൾ കണ്ടിട്ട് വന്ന കുട്ടിയുടെ ഗൃഹനില എടുത്തുകൊണ്ട് വരും. ഈ ബന്ധം നമ്മൾ ഉറപ്പിച്ചില്ലേ? പിന്നെന്തിനാ ഇനി ഗ്രഹനില? ഉറപ്പിച്ചെന്ന് ആരാ പറഞ്ഞത്? എനിക്ക് കുറച്ചു കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ഈ വിവാഹം നടത്തണോ വേണ്ടയോ എന്ന്. വസുന്ധരയുടെ ചോദ്യങ്ങൾക്കൊക്കെ അവള് ശരിയായ ഉത്തരം നൽകിയില്ലേ? ഇനി എന്തിനാ ഇത് മുടക്കാൻ ശ്രമിക്കുന്നത്? എട്ടുത്തി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടണ്ട. ഗൗതം അമ്മയെന്ന് വിളിക്കുന്നത് എന്നെയാണ്. അവൻ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. പെണ്ണിനെ ഡയമണ്ട് നെക്ലസ് ഇടിയിച്ച് വാക്കുറപ്പിക്കാനുള്ള ഏട്ടത്തിയുടെ ധൃതി ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഏട്ടത്തി മിക്കവാറും അവളെ ഇന്ന് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേനെ അല്ലേ? വെറുതെ സംസാരിച്ച് മുഷിയേണ്ട പാറു, നീ പോയി ആ കുട്ടിയുടെ ഗൃഹനില എടുത്തോണ്ട് വാ. ആ പയ്യന്റെ ഗ്രഹനില കൂടി എടുത്തോളൂ. ഒട്ടും വിഷമിക്കണ്ട. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ ഈ ബന്ധം പൊളിച്ച് കൈ വെച്ചു തരും. പെണ്ണിനെ കണ്ട വിവരം നിധിയെ വിളിച്ചൊന്ന് അറിയിക്കണ്ടേ? അല്ലെങ്കിൽ മോശ. ഇയാളെന്താ ഫോൺ എടുക്കാത്തത്? ഇപ്പോ പത്രവും പാലും ഒന്ന് വിതരണം ചെയ്യുന്ന ടൈം അല്ലല്ലോ. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കണോ? വേണ്ട, വല്ലാത്തൊരു പെണ്ണാ. ചിലപ്പോ വിളിക്കുന്നത് ഇഷ്ടാവില്ല. ഈ സമയത്ത് ഞാനെന്തിനാ നിധിയെക്കുറിച്ച് ചിന്തിച്ചേ? ഇറ്റ്സ് സ്ട്രേഞ്ച്. ആ പെൺകുട്ടിക്ക് സിറ്റിയുടെ കണ്ണായ സ്ഥലത്ത് വസ്തു കിടപ്പുണ്ടെന്നാ പറയുന്നത്. അത് വിറ്റാൽ നല്ല തുക കിട്ടുമെന്ന് പറയുന്നു. ആ പെൺകുട്ടിക്ക് അതിനുള്ള യോഗം വല്ലതും ഉണ്ടോ? ജാതകപ്രകാരം ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ വലിയ ധനയോഗമൊന്നും ഈ കുട്ടിക്കില്ല.